നമസ്കാരം. വി ആർ ഫാർമാഗേറ്റ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് വിറ്റാമിൻ B12 കുറവുണ്ടെങ്കിലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. നമ്മുടെ ശരീരത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ B12. രക്തമുണ്ടാകുന്നതിനും നാഡികളുടെ ആരോഗ്യത്തിനും ഓർമ്മശക്തിക്കും ഇത് വളരെ ആവശ്യമാണ്. പക്ഷേ പലർക്കും വിറ്റാമിൻ B12 കുറവുണ്ടെങ്കിലും അത് മനസ്സിലാകാറില്ല. കാരണം തുടക്കത്തിൽ വരുന്ന ലക്ഷണങ്ങൾ സാധാരണ ക്ഷീണം പോലെ ആയിരിക്കും. ഇന്ന് വിറ്റാമിൻ B12 കുറവിൻ്റെ പ്രധാന ലക്ഷണങ്ങളും അത് വരാനുള്ള കാരണങ്ങളും ലളിതമായി നോക്കാം. ആദ്യമായി അമിതമായ ക്ഷീണം. രാവിലെ എഴുന്നേറ്റിട്ടും ശരീരത്തിന് ഉന്മേഷമില്ലാത്ത പോലെ തോന്നുക, കുറച്ച് ജോലി ചെയ്താലും വളരെ ക്ഷീണം അനുഭവപ്പെടുക. വിറ്റാമിൻ B12 കുറയുമ്പോൾ ശരിയായ രീതിയിൽ രക്തകോശങ്ങൾ ഉണ്ടാകാതെ വരാം. അത് കാരണം ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ കുറയുകയും ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും. അടുത്തതായി കൈകാലുകളിൽ പിരുപിരുപ്പ് അനുഭവപ്പെടുക. കൈകളിലും കാലുകളിലും സൂചി കുത്തുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടാകാം. ചിലർക്ക് ഒരു മരവിപ്പ് പോലെയും തോന്നാം. വിറ്റാമിൻ B12 നാഡികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതിനാൽ കുറവ് വന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ കാണാം. അടുത്തതായി തലചുറ്റൽ. പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ തലചുറ്റൽ അനുഭവപ്പെടാം. ചിലർക്ക് നടക്കുമ്പോൾ ബാലൻസ് കുറയുന്നത് പോലെയും തോന്നാം. അടുത്തതായി ഓർമ്മക്കുറവും ശ്രദ്ധക്കുറവും. കാര്യങ്ങൾ പെട്ടെന്ന് മറക്കുക, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്നിവ ചിലർക്ക് ഉണ്ടാകും. അടുത്തതായി മുഖം വിളറി വെളുക്കുക എന്ന് പറയും. വിറ്റാമിൻ B12 കുറവ് രക്തക്കുറവിന് കാരണമാകാം. അതിനാൽ മുഖം വെളുത്തതുപോലെ തോന്നാം. ചിലർക്ക് ഹൃദയമിടിപ്പ് വേഗത്തിൽ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അടുത്ത ലക്ഷണം വായിൽ അൾസർ വരിക എന്നതാണ്. ചിലർക്ക് ഇടയ്ക്കിടെ വായിൽ അൾസർ വരാം. നാവിൽ വേദന, ചുവപ്പ് നിറം, ചൂട് പിടിപ്പിക്കുന്നത് പോലെ തോന്നൽ എന്നിവയും ഉണ്ടാകാം. നാവിൽ ചൂട് പിടിക്കുന്നത് പോലെ തോന്നുക. ചിലപ്പോൾ നാവ് ചുവന്നതുപോലെയും മിനുസമുള്ളതുപോലെയും കാണാം. അടുത്തതായി ശ്വാസം മുട്ടൽ. പടികൾ കയറുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ജോലി ചെയ്താലും ശ്വാസം മുട്ടൽ അനുഭവപ്പെടാം. വിറ്റാമിൻ B12 കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സസ്യാഹാരം മാത്രം കൂടുതലായി കഴിക്കുന്നത്. അതായത് വിറ്റാമിൻ B12 കൂടുതലായി ലഭിക്കുന്നത് മത്സ്യം, മുട്ട, പാൽ, ഇറച്ചി പോലുള്ള ഭക്ഷണങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് സസ്യാഹാരം മാത്രം കഴിക്കുന്നവരിൽ വിറ്റാമിൻ B12 കുറവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ചില മരുന്നുകൾ ഉപയോഗിച്ചാലും വിറ്റാമിൻ്റെ കുറവ് അനുഭവപ്പെടാറുണ്ട്. അതായത് അസിഡിറ്റിക്കായി ദീർഘകാലം മരുന്നുകൾ ഉപയോഗിക്കുന്നവരിലും ചില പ്രമേഹ മരുന്നുകൾ ഉപയോഗിക്കുന്നവരിലും വിറ്റാമിൻ B12 കാണാം. മെയിനായിട്ടും മെറ്റ്ഫോർമിൻ ഉപയോഗിക്കുന്നവരിൽ ആണ് ഈ ലക്ഷണങ്ങൾ കാണാറ്. ശരീരത്തിൽ ശരിയായി ആഗിരണം ചെയ്യാത്തത്. ചിലർക്ക് ഭക്ഷണത്തിൽ വിറ്റാമിൻ B12 ഉണ്ടായാലും ശരീരത്തിൽ അത് ശരിയായി ആഗിരണം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. ആരൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? വയസ്സായവർ, സസ്യാഹാരം മാത്രം കഴിക്കുന്നവർ, പ്രമേഹ രോഗികൾ, ദീർഘകാലം അസിഡിറ്റി മരുന്നുകൾ ഉപയോഗിക്കുന്നവർ എന്നിവരൊക്കെ ഇക്കാര്യം കൂടുതൽ ശ്രദ്ധിക്കണം. വിറ്റാമിൻ B12 കുറവ് എങ്ങനെ കണ്ടെത്താം? രക്തപരിശോധന വഴി വിറ്റാമിൻ B12 അളവ് പരിശോധിക്കാം. ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സ്വയം മരുന്ന് കഴിക്കാതെ ഡോക്ടറുടെ നിർദ്ദേശം തേടുക. ചികിത്സ എന്താണെന്ന് നോക്കാം. വിറ്റാമിൻ B12 കുറവിൻ്റെ അളവിനെ ആശ്രയിച്ച് ഗുളികകളോ കുത്തിവെപ്പുകളോ നൽകാം. പക്ഷേ സ്വയം മരുന്ന് തുടങ്ങുകയോ കുത്തിവെപ്പ് എടുക്കുകയോ ചെയ്യരുത്. വിറ്റാമിൻ B12 ഗുളിക എപ്പോൾ കഴിക്കണം? വിറ്റാമിൻ B12 ഗുളികകൾ സാധാരണയായി രാവിലെ ഭക്ഷണത്തിന് ശേഷം കഴിക്കാനാണ് പലപ്പോഴും നിർദ്ദേശിക്കുന്നത്. എല്ലാ ദിവസവും ഒരേ സമയത്ത് കഴിക്കുന്നത് നല്ലതാണ്.
ഡോക്ടർ പറഞ്ഞിരിക്കുന്ന രീതിയാണ് എല്ലായ്പ്പോഴും പിന്തുടരേണ്ടത്. ഇനി ഒരു ദിവസം ഗുളിക കഴിക്കാൻ മറന്നാൽ എന്താ സംഭവിക്കുക എന്ന് നോക്കാം. ഒരു ദിവസം മരുന്ന് കഴിക്കാൻ മറന്നാൽ സാധാരണയായി ഭയപ്പെടേണ്ട കാര്യമില്ല. ഓർമ്മ വന്ന ഉടനെ കഴിക്കാം. പക്ഷേ അടുത്ത സമയമായി കഴിഞ്ഞാൽ 2 ഗുളിക ഒന്നിച്ച് കഴിക്കരുത്. അതുപോലെ തന്നെ രാത്രിയിൽ വിറ്റാമിൻ ഗുളികകൾ കഴിക്കുന്നതും ഒഴിവാക്കുക. അധികമായി കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? വിറ്റാമിൻ B12 വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനാണ്. അതിനാൽ അധികമുള്ള അളവ് സാധാരണയായി ശരീരം മൂത്രത്തിലൂടെ പുറത്താക്കും. എങ്കിലും ആവശ്യമില്ലാതെ അധികമായി സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്. വിറ്റാമിൻ B12 കുറവ് ചെറിയ കാര്യമെന്ന പോലെ തോന്നിയാലും നാഡികളെയും ശരീരത്തിൻ്റെ ഊർജ്ജനിലയെയും ബാധിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.